ചപ്പാത്തി നൂഡിലെ കൊച്ചിനെ കൊടുത്തു. പറഞ്ഞോ ആ കഴുകാം. പക്ഷെ എങ്ങനെ അത് പിന്നെ അത്രയും വേണ്ട ചേച്ചി. എന്തോ രണ്ട് ഷൂ അങ്ങനെ ഒരു ഷൂ എങ്ങനെ ക്ലീൻ ആക്കി നല്ല എല്ലാ ആഴ്ചയും കഴുകാൻ പറ്റുമോ? ഓക്കെ കുറിച്ചി അപ്പോൾ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. രാവിലെ നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ എന്നും പറയുന്നത് തന്നെയാണ്. രാവിലെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ രാവിലത്തെ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ അങ്ങനൊരു വിശേഷം കൂടെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ കൊച്ചിന് കൊടുത്ത് വിട്ടത് ചപ്പാത്തി. ഇന്ന് കുഴക്കട്ടയായിരുന്നു ശരിക്കും ഉണ്ടാക്കേണ്ടത്. അപ്പം കടയിൽ നിന്ന് ശർക്കര കിട്ടിയില്ല. ഇവിടെ ഇരിപ്പില്ലായിരുന്നു ശർക്കര. അപ്പോൾ കടയിൽ പോയിട്ട് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് ചപ്പാത്തി ന്യൂട്ടല്ലയും കൂടെ കൊടുത്തു വിട്ടു. പിന്നെ എന്നും വയ്ക്കുന്നതിൻ്റെ കൂടെ ഓറഞ്ച് ഞാൻ കാണിച്ചല്ലോ, പിന്നെ ബിസ്ക്കറ്റ്, അത്രയും നാരങ്ങ വെള്ളം അത്രയും കൊടുത്തു വിട്ടു. ഇനി വലിയവർക്കുള്ളതാണ് ഗോതമ്പ് ദോശയും മുട്ട പൊരിച്ച്. അതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, പിന്നെ ഒരു സന്തോഷവും കൂടെ, എനിക്ക് 1,00,000 ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇനി സബ്സ്ക്രൈബറും കൂടെ ഒന്ന് 1,000 ആയിരുന്നെങ്കിൽ ഒരു സന്തോഷമായേനെ. 1000 ആയിട്ടില്ല, 900 ചില്ലുവാനം അങ്ങാണ്ടേ ആയിട്ടുള്ളൂ. ഇനി 1000 ആവാൻ ഇനിയും കിടക്കുന്നു. അതും കൂടെ ഒന്ന് ആയി കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. പിന്നെ വീഡിയോ കാണുന്നവർ ഫുള്ള് കാണുകയും വേണം. സബ്സ്ക്രൈബും ചെയ്ത്, ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം. പിന്നെ രാവിലത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ. പിന്നെ സുപ്രിയ മാങ്ങ തിന്ന് കാണിച്ച് കൊതിപ്പിക്കുക. സുപ്രിയ മാങ്ങ, ആ മാങ്ങയാണ് കുഞ്ഞു മാങ്ങ ആയതുകൊണ്ട് നാട്ടുമാങ്ങയെന്ന് പറയും. നാട്ടുമാങ്ങ അത് എന്താ പറയുക, അത് ഈ ഉപ്പിലിട്ട് വെച്ചിട്ട് പിന്നെ മാങ്ങാക്കറി വെക്കില്ലേ, നല്ല സൂപ്പറായിരിക്കും. അത് ഞാൻ അന്നേരം ഓർത്തു, സുപ്രിയ മാങ്ങ കഴിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ മാങ്ങാക്കറി വെക്കായിരുന്നെന്ന്. പക്ഷെ എങ്ങനെ കിട്ടാനാ? പുള്ളിക്കാരി നമ്മളെ കഴിച്ച് കാണിച്ച് കൊതിപ്പിക്കുക. പിന്നെ ഷെജി ചേച്ചിയുടെ തമിഴ്നാടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്ഥലം, കാണാൻ അടിപൊളിയായിരുന്നു. കണ്ടിട്ട് കൊതിയാവുന്നു. പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇന്നെൻ്റെ ബർത്ത്ഡേ ആണേ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെന്താ, എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചതാ, എല്ലാം മറന്നുപോയി കൂട്ടുകാരെ. പിന്നെ ഇതൊക്കെ തന്നെയാണ് വിശേഷം.
അതുപോലെ എനിക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദി. നല്ല നല്ല കമൻറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും. ഒന്നാമത് പിന്നെ ദിലീപിനെ പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ആദ്യം തൊട്ട് അവസാനം എല്ലാ വീഡിയോ എൻ്റെ കാണുന്നുണ്ട്. വീഡിയോ കാണുന്നുണ്ടെന്ന് പറയാൻ കാര്യം എല്ലാ വീഡിയോയ്ക്കും ദിലീപ് കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാമല്ലോ ദിലീപ് എല്ലാ വീഡിയോ കാണുന്നത്. ഒരുപാട് സ്നേഹമുണ്ട് ദിലീപ്, ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ദിലീപ് ബന്ധുക്കൾക്കും ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ അതുപോലെ നല്ല നല്ല കമൻറ്റുകൾ ഇടുന്നവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടും ഇതുപോലെ എൻ്റെ അടുത്ത് സപ്പോർട്ട് വേണം എല്ലാവരും. ഇതിനിടയ്ക്ക് ബാഡ് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അതിന് റിപ്ലൈയും കൊടുക്കാൻ പോകുന്നില്ല, മൈൻഡും ചെയ്യുന്നില്ല. എന്ത് ചെയ്യാനാന്ന് പറ. ടീപ്പിനടുത്ത് വയ്ക്കാം. എടുത്ത് വെച്ച് കാണിച്ചു തരാം. മുട്ട ഊർജി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ മറന്നുപോയി. മുട്ട പുഴുങ്ങുകയും ചെയ്തു. അതിന് വൈകിട്ട് കറി വയ്ക്കാം. അതുകൊണ്ട് മുട്ട പുഴുങ്ങി അതിനകത്ത് വെച്ചിട്ടൊക്കെ ബാഗിനകത്ത് കൊണ്ടുവച്ചിട്ടൊക്കെ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരും വരേക്കും ബൈ.